എല്ലാ ആളുകളും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന പൂരം കലക്കൽ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം എം.ആർ. അജിത് കുമാർ ADGP DGPക്ക് കൈമാറി. എം.ആർ. അജിത് കുമാറിനെതിരെയായിരുന്നു ആരോപണങ്ങളൊക്കെ. ആ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ തന്നെ ഏകദേശം 1500 പേജുകളുള്ള ഒരു പഠന ഗ്രന്ഥം പോലെയുള്ള ഒരു അതിബൃഹത്തായ പഠന ഗ്രന്ഥമാണ് DGPക്ക് സമർപ്പിച്ചത്. അതിൽ ആദ്യപുറങ്ങളിലൊക്കെ കേട്ടുകേൾവി അനുസരിച്ചും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചും ആദ്യപുറങ്ങളിലൊക്കെ മുൻകാലങ്ങളിൽ പൂരത്തിന് സ്വീകരിച്ചിരുന്ന മാനദണ്ഡങ്ങൾ, പൂരത്തിന് എങ്ങനെയായിരുന്നു ക്രമീകരണങ്ങൾ, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ വെച്ചിട്ടുള്ള റിപ്പോർട്ടാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ അതിനുശേഷമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇദ്ദേഹം നിരത്തിയത്? ഒന്ന്, പോലീസുകാർക്ക് വീഴ്ച പറ്റി. അത് അവിടെ ഉണ്ടായിരുന്ന കമ്മീഷണർക്ക് മാത്രമാണ് തെറ്റുപറ്റിയത്. കമ്മീഷണർക്ക് പരിചയക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയും ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹത്തിന് ശിക്ഷാ നടപടി എന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. എന്നാൽ DIG, IG എന്നിവർ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. അജിത ബീഗമും അതുപോലെ തന്നെ IG ശ്രീ സേതുരാമനും അവിടെ ഉണ്ടായിരുന്നു. ഇവർക്കെതിരെ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് മൗനം പാലിക്കുന്നു എന്നത് വളരെ വലിയ സംശയങ്ങൾക്കാണ് തിരികൊളുത്തുന്നത്. ഇവർ അവിടെ ഉണ്ടായിരുന്നിട്ടും ഈ അങ്കിത് കമ്മീഷണർ ഇവരോട് റിപ്പോർട്ട് ചെയ്തില്ലയോ? ഇവരിത് കണ്ടില്ലയോ? അപ്പോൾ ഇത് പോലീസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കോൺസ്പിറസി, ഒരു ഗൂഢാലോചന വെളിവാക്കുന്ന സൂചനകൾ ഈ റിപ്പോർട്ടിലുണ്ട്. ഇവരെ സംരക്ഷിക്കുന്നു, അതായത് IPS കേഡറിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ DIGയും IGയും സംരക്ഷിക്കുകയും താരതമ്യേന ജൂനിയറായ കമ്മീഷണറുടെ മേൽ മാത്രം നടപടി സ്വീകരിച്ച് അവിടെ പോലീസുകാരെ കറ കഴുകി ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുമ്പോഴും. എന്നാൽ മറ്റൊന്ന്, ഈ പോലീസുകാർ അറിയാതെ പോകുന്നത്, ഒരു ജനപ്രതിനിധിക്ക് പോലും അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് പോലും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടുത്തെ കേവലം സ്ഥാനാർത്ഥി മാത്രമായിരുന്നു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആകാൻ പോകുന്ന ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ BJP നേതാക്കൾ ആംബുലൻസിൽ കൊണ്ട് അവിടെ ഇറക്കുന്നു. BJP നേതാവ് വരുന്നത് ആംബുലൻസിലാണ്. അപ്പോൾ ആംബുലൻസിനെ തടയുന്നില്ല. ആംബുലൻസിൽ BJP നേതാവ് സുരേഷ് ഗോപി അവിടെ വന്ന് ഇറങ്ങുന്നു. അവിടെ എല്ലാവർക്കും ഈ കുറച്ച് വോട്ട് പിടിക്കുന്ന തന്ത്രങ്ങളൊക്കെ കാണിച്ചിട്ട്, സിനിമാ സ്റ്റൈലൊക്കെ കാണിച്ചിട്ട് പോകും. ഇതെങ്ങനെ സംഭവിച്ചു? ഇതും പോലീസുകാർ അറിയാതെയാണോ സംഭവിച്ചത് എന്ന ധ്വനികളും വിമർശനങ്ങളും ഒക്കെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതിനിടെ ഈ അടുത്ത ദിവസങ്ങളിൽ M.R. അജിത് കുമാർ സുരേഷ് ഗോപിക്ക് സല്യൂട്ട് ചെയ്യുന്ന ഒരു വൈറൽ വീഡിയോ വന്നിരുന്നു. അതിനകത്ത് സുരേഷ് ഗോപി ഒരുപാട് നേരം M.R. അജിത് കുമാറിനോട് സംസാരിക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടും പുഞ്ചിരിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ സംഭാഷണത്തിൻ്റെ അർത്ഥം കടപ്പാടാണ് എന്നും സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പൂരം കലക്കൽ റിപ്പോർട്ടിൻ്റെ വസ്തുതകൾ ഇതൊക്കെ ആയിരിക്കെ ഈ റിപ്പോർട്ട് ഒന്നിനും ഒരു വ്യക്തമായ ശുപാർശ നൽകുന്നില്ല. ശുപാർശ അച്ചടക്ക നടപടികൾ അല്ലെങ്കിൽ ആരൊക്കെ വീഴ്ച വരുത്തി അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. പൂരത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. പിന്നെ ദേവസ്വങ്ങൾ, തിരുവമ്പാടി ദേവസ്വം, അങ്ങനെ ആ ദേവസ്വങ്ങൾ പോലീസുകാരോട് സഹകരിച്ചില്ല, അവർ നേരത്തെ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്ന തരത്തിൽ വിമർശനവുമുണ്ട്. ഈ റിപ്പോർട്ടുകൾ അമ്പേ തള്ളി ദേവസ്വങ്ങൾ എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. എന്നാൽ ഈ റിപ്പോർട്ടിലുള്ളത് എന്താണ്? ദേവസ്വങ്ങളാണ് ഈ കുറ്റങ്ങൾ ചെയ്തത്. പൂരം കലക്കിയത് പോലീസോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അജണ്ട വെച്ചിട്ടോ അല്ല. ഈ ദേവസ്വങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ക്രമീകരിച്ചില്ല, അതുകൊണ്ട് കൂടിയാണ് പൂരം കലങ്ങി മറഞ്ഞത് എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളും റിപ്പോർട്ടിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ ഒരു ജുഡീഷ്യൽ എൻക്വയറി കൊണ്ട് മാത്രമേ പൂരത്തിൽ എന്താണ് സംഭവിച്ചത്, ആക്ച്വലി പൂരം നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് വ്യക്തമാവുകയുള്ളൂ. ഇതിൻ്റെ ഉള്ളുകളികൾ മനസ്സിലാക്കണമെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണ്ടിവരും. M.R. അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് ആളുകൾ ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു.